രോഗിയായി വരുന്നു. കഷ്ടാൽ കഷ്ടതരം. ഇതിനാണ് നിങ്ങളുടെ റിസർച്ച്, ഗവേഷണം. ഗവാം ഈക്ഷണം ഇത് ഗവേഷണം. പണ്ടുകാലത്തൊരുത്തന്റെ പശുവിനെ കാണാതെ പോയി. പശു കാട്ടിലേക്കാ കയറിപ്പോയെ. കാട്ടിൽ പശുവിനെ അന്വേഷിച്ചു പോയി. പോയപ്പം മരം കണ്ടു. മരം നോക്കി നിന്നു. 2 ആഴ്ച മരം പഠിച്ചു. 3 ആഴ്ച അതിന്റെ ഇല കണ്ടു. 4 ആഴ്ച കഴിഞ്ഞപ്പോൾ അതേ മുള്ളുണ്ടെന്ന് കണ്ടു. കാലേ കൊണ്ടവൻ വനത്തിൽ മുള്ളുണ്ടെന്ന് കണ്ടു. അവസാനം തിരിച്ചു വന്നു. പശുവിനെ കണ്ടോ? ഇല്ല, ബാക്കിയെല്ലാം കണ്ടു. മനസ്സിലായില്ല? പേരന്വർത്ഥമാണ് ഗവേഷണം. ഗവാം ഈക്ഷണം ഇത് ഗവേഷണം. ഇതല്ല ഗവേഷണം. ദ്രവ്യത്തെയും ദ്രവ്യസഞ്ചയങ്ങളെയും പറ്റി എന്തിന് മനുഷ്യൻ പഠിക്കണം? എന്തിനീ ആറ്റവും ആറ്റവിഭജനവും ഒക്കെ പഠിക്കണം? എന്റെ ആരോഗ്യത്തിൽ ഇതെന്ത് ചെയ്യുന്നു? ഞാൻ എന്തിനായി ഇതൊക്കെ ഉൾക്കൊള്ളുന്നു? ഈ കഴിക്കുന്ന ആഹാരം എന്നിൽ എങ്ങനെ മാറുന്നു? ഇങ്ങനെ നിത്യജീവിതത്തിലേക്ക് ഈ ശാസ്ത്രം ഉപകാരപ്പെടുന്നില്ലെങ്കിൽ എന്തിനീ ഊർജ്ജതന്ത്രവും രസതന്ത്രമൊക്കെ? മനസ്സിലായില്ല? ഇവിടെയാണ് പൂർണ്ണപ്രജ്ഞനായ ഋഷി ഒരു ജീവിത ദർശനം. ആയുഷ്യാഞ്ച അനായുഷ്യാഞ്ച വേദയതി ഇത്യായുർവേദ എന്ന് കൈപൊക്കി പറഞ്ഞ് നമുക്ക് തന്നത്. ആയുസ്സിനെ അനായുസ്സിനെ പഠിപ്പിക്കുന്നത്. ക്ലിയറായി? തൽക്കാലം ഇന്ന് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഇതിങ്ങനെ അടുക്കോടെ പറഞ്ഞു പോണോ ഈ സിദ്ധാന്തമൊക്കെ? അതല്ല തൊടുപുഴക്കാർക്ക് വേണ്ടി കുറെ കീഴാർനെല്ലിയും പച്ചമഞ്ഞളും ഒക്കെ കഴിക്കേണ്ടത് ഇന്ന രോഗത്തിനാണെന്ന് പറഞ്ഞതെന്ന് പിരിഞ്ഞു പോണോ? അടുക്കൂടെ പോണം. ശരി, എങ്കിലെടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ തന്നെ കാണാം. ഇന്നത്തെ ക്ലാസ്സിൽ നിന്നോ അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്നോ വല്ല സംശയവും ഉണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്നവയാണെങ്കിൽ പറഞ്ഞുതരാം. അറിയാൻ മേലാത്തവയാണെങ്കിൽ അറിയാൻ മേലെന്ന് നിശ്ചയമായും പറഞ്ഞുതരാം. തീർച്ചയായും. കഴിച്ചിടത്തോളം ആഹാരത്തിന്റെ തന്മാത്രകളെ രൂപാന്തരപ്പെടുത്താൻ മനസ്സിന് ശക്തിയെ നൽകുമെങ്കിൽ, അതായത് ഏതേത് സംസ്കാരങ്ങളാണോ ജന്യ സംസ്കാരങ്ങളായി രോഗങ്ങളായി പരിണമിച്ചത്, ആ സംസ്കാരങ്ങളെ പ്രതിബന്ധിക്കാൻ അറിയുമെങ്കിൽ മനസ്സുകൊണ്ട് രോഗം മാറ്റാം. എങ്ങനെയെന്ന് ചോദിച്ചാൽ അതിനൊരു ശാസ്ത്രവും വൈദ്യൻ എഴുതിയിട്ടുണ്ട്. ആയുർവേദ ആചാര്യനായ പതഞ്ജലി, പേര് കേട്ടിട്ടുണ്ടോ? പദം തോറും അഞ്ജലി ലഭിച്ചതുകൊണ്ട് പതഞ്ജലി. അങ്ങനെ സാധാരണക്കാരനൊന്നും കിട്ടുകയില്ല. ഇയാൾ എവിടെയെങ്കിലും കാല് വെച്ചാൽ നമസ്കരിക്കാൻ ഒരാളുണ്ടാവും. അങ്ങനെ ഒരാളെ നമസ്കരിക്കണമെങ്കിൽ ലോകം കാലെവിടെ വെച്ചാലും നമസ്കരിക്കാൻ ആളുകൾ കൂടണമെങ്കിൽ സാധാരണക്കാരനൊന്നും ആയിരിക്കില്ല. പദം തോറും അഞ്ജലി ലഭിച്ച പതഞ്ജലി. മറ്റൊരു പേരുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അതാണെങ്കിലും ആ അർത്ഥം തന്നെ, സംശയം വേണ്ട. നിരുക്തത്തിലേക്കൊക്കെ പൊക്കോ. അപ്പോ ആ പതഞ്ജലി, അദ്ദേഹം, മറ്റൊരു പേരുണ്ട് അദ്ദേഹത്തിന്, ചരകൻ. അദ്ദേഹത്തിന്റെ പ്രഖ്യാതമായ ആയുർവേദ ഗ്രന്ഥമാണ് ചരക സംഹിത. അദ്ദേഹത്തിന്റെ മറ്റൊരു ഗ്രന്ഥമുണ്ട്, യോഗശാസ്ത്രത്തിന്റെ പതഞ്ജലി. ഒരാള് തന്നെ. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രഖ്യാതമായ കൃതിയുണ്ട്, വ്യാകരണ ഭാഷ്യം. ഭാഷ്യകാരനും വ്യാകരണ ഭാഷ്യകാരനും ആയുർവേദ ആചാര്യനും യോഗശാസ്ത്ര നിപുണനുമായ പതഞ്ജലി. അദ്ദേഹത്തിന്റെ യോഗശാസ്ത്രത്തില് അദ്ദേഹത്തിന് വഴി പറയും. തജ്ജ സംസ്കാരോ അന്യ സംസ്കാര പ്രതിബന്ധി. എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരാണ്. തദ് ജന്യ സംസ്കാരം കൊണ്ട്, തദ് ബ്രഹ്മം, ജ്ഞാനം, ജ്ഞാനപൂർവകമായൊരു സംസ്കാരം കൊണ്ട് ഇതര സംസ്കാരങ്ങളെ മുഴുവൻ പ്രതിബന്ധിക്കാം. എല്ലാ വാസനയെയും സംസ്കാരത്തെയും പ്രതിബന്ധിക്കാവുന്ന ഒരു സംസ്കാരമാണ് തജ്ജന്യ സംസ്കാരം. അതെങ്ങനെ ഉണ്ടാവുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
സതു ദീർഘകാല നൈരന്തര്യ സത്കാരാ സേവിതോ ദൃഢഭൂമി. അതെങ്ങനെ കിട്ടും? ഈശ്വര പ്രണിധാനാത് വ. ഈശ്വര പ്രണിധാനം കൊണ്ട്, അനുഗ്രഹമൊന്നുമില്ല, ഈശ്വര പ്രണിധാനം കൊണ്ട്. എന്താണ് ഈശ്വര പ്രണിധാനം? തസ്യ വാചകഃ പ്രണവഃ. ജാഗ്രത് സ്വപ്ന സുഷുപ്തി തുരീയങ്ങളാകുന്ന പ്രണവത്തെ അറിയുന്നതുകൊണ്ട്. എന്റെ ജാഗ്രത്, എന്റെ സ്വപ്നം, എന്റെ സുഷുപ്തി, അതിന്റെ പ്രതീകാത്മക തന്ത്രമാണ് പ്രണവം, യന്ത്രമാണ് പ്രണവം. യന്ത്രം, തന്ത്രം, മന്ത്രം. ശബ്ദമായി ഉപയോഗിക്കുന്ന ഓങ്കാരം മന്ത്രവും സ്വരൂപം യന്ത്രവും. മനസ്സിലാവുന്നതായിരിക്കാം. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾ അതിന്റെ തന്ത്രവും. ഇത് പതഞ്ജലം. പതഞ്ജലം ഈശ്വര പ്രണിധാനാത് വ. തസ്യ വാചകഃ പ്രണവഃ. ഉപാസനയിലൂടെ. അതിനൊരുപാട് ഉപാസനാ മാർഗങ്ങളുണ്ട്. കാലത്തെ എഴുന്നേറ്റ് സൂര്യൻ ഏറ്റവും ചാഞ്ഞ രശ്മി സമൂഹങ്ങളെ വിടുമ്പോ ആ പൂഷാവിനെ നോക്കി കൈകൾ ഉയർത്തി പൂഷാവിന്റെ അമൃതകിരണങ്ങളെ, എല്ലാ കിരണവും അമൃതമല്ല, സൗരമായിരിക്കുന്ന തേജസ് വിഷകിരണങ്ങളോടുകൂടിയതാണ്. ഇടപിങ്കളകളിൽ സോമമായിരിക്കുന്ന തേജസ് അമൃതകലയോടുകൂടിയതാണ്. അത് വരുന്നത് സൗരതേജസ്സിൽ നിന്നാണ്. സൗരതേജസ് അമൃത കലയായി മാറി വർഷിക്കുന്നത് സോമം കലർന്നിട്ടാണ്. ദ ഫാർ ഇൻഫ്രാറെഡ്. മനസ്സിലാവുമെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞുകൊണ്ട് നാളെ അത് ഉപയോഗിച്ച് മണ്ണ് കുഴച്ച് ബനിയൻ ഉണ്ടാക്കിയാലൊന്നും അതുണ്ടാവില്ല. അതിന്റെ കച്ചവടത്തിന് ഇത് കേട്ടേച്ച് പോയി മേടിച്ചേച്ച് സ്വാമി പറഞ്ഞു എന്ന് പറഞ്ഞ് മേടിക്കരുത് 1000 10,000 കൊടുത്ത്. കാരണം ഈ കിരണങ്ങളൊന്നും മണ്ണിലൊന്നും സൂക്ഷിച്ചു വെക്കാനൊന്നും പറ്റൂല. ഇത് നമുക്കിങ്ങ് കിട്ടും. അതിനൊരു വേലയുണ്ട് പ്രാചീനന്. ഓം ഭുർ, ഓം ഭുവ, ഓം സ്വ, ഓം തപ, ഓം ജന, ഓം സത്യ, ഓം മഹ. വ്യാഹൃതികള്. ഓം ഭുർഭുവസ്വാതത് സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പൂഷന്നേകർഷേയമസൂര്യ പ്രാജാപത്യ വ്യൂഹരശ്മിൻ സമൂഹ തേജോയത്തേരുവം കല്യാണതമം തത്തേ പശ്യാമി യോസാവസൗ പുരുഷ സോഹമസ്മി. ഇതൊക്കെ ഇനി കൂടുതൽ പഠിക്കണം. ഇതിനൊക്കെ നേരത്തേക്ക് എഴുന്നേറ്റ് നേരത്തെ പണി തുടങ്ങണം. പണി തുടങ്ങിയാല് ഈ പൂഷന്റെ രശ്മി സമൂഹങ്ങളെ, പൂഷാവ് പോഷിപ്പിക്കുന്നവൻ, ആരോഗ്യദാതാവ്. അപ്പൊ അവിടെ നിങ്ങൾ വരുത്തിയാൽ മുമ്പ് ചോദിച്ച ചോദ്യത്തില് ഔഷധമൊന്നും വേണ്ട. കൊച്ചു കുഞ്ഞിനെ മഞ്ഞപ്പിത്തമൊക്കെ വരുമ്പോ കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാവും. നേരെ കൊണ്ടുപോയി ഒരു വാഴയില പുതപ്പിച്ച് വെയിലത്തേക്ക് കിടത്തിയാൽ മതി. രാവിലത്തെ വെയിലത്ത് 15 മിനിറ്റ് കൊണ്ട് മഞ്ഞപ്പിത്തം പോകും. മരുന്നൊന്നും കൊടുക്കണ്ട. മനസ്സിലായില്ല? ഇത് പണ്ട് ആയുർവേദമൊക്കെ ചെയ്തു കൊടുത്തിരുന്ന സാധനം ഇപ്പൊ ബൾബിനകത്ത് ഇൻഫ്രാറെഡ് പിടിപ്പിച്ച്. മനസ്സിലായില്ല? ആശുപത്രി കിടത്തി 10,000 രൂപ കൊടുക്കുമ്പോ നമുക്കൊരു മനസ്സമാധാനം. മനസ്സിലായില്ല? ആ ബൾബിനൊരു പ്രത്യേകതയുണ്ട്. മറ്റേ ചെലവില്ലാത്ത സൂര്യന്റെ തേജസ്സിൽ കിടത്തിയാല് നമ്മൾ കാശുകാരാണെന്ന് നാട്ടുകാരറിയില്ല. മാത്രമല്ല വാഴയിലൊക്കെ പുതപ്പിച്ച് കിടത്തുക. മനസ്സിലായില്ലേ? സായിപ്പ് തുണിയും പറിച്ചു കളഞ്ഞ് കടപ്പുറത്ത് വന്നിട്ട് ഈ സൂര്യനെ നോക്കി കിടക്കുകയും കൈനീട്ടുകയൊക്കെ ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ മുതൽ കൈനീട്ടി നിങ്ങളും തുടങ്ങും. മനസ്സിലായില്ല? സായിപ്പ് തൊടുപുഴ വന്നിട്ട് അവനിത് തിരിയല്ല ഈ സംസ്കൃതമൊക്കെ. അതുകൊണ്ട് അവൻ പറയും ഹുംസോ, HUNSO എന്നാണ് ഒരു യോഗിയുടെ ആത്മകഥ എഴുതിയ പരമഹംസ യോഗാനന്ദ ക്രിയായോഗത്തിൽ അവിടെ പഠിപ്പിച്ചു കൊടുത്തത്. എഴുതിയപ്പോ HUNSO എന്നാ എഴുതിയേ. ഹംസോ എന്നാ സോഹമാ മന്ത്രം. പക്ഷെ സാഹിബിനത് തിരിഞ്ഞില്ല. ശരി, സാഹിബ് അവന്റെ വികലമായ ഉച്ചാരണത്തിൽ ഹുങ്സോ എന്ന് പറഞ്ഞു. ഇവിടെ വന്നു
കൈ ഇങ്ങനെ വെച്ചോണ്ട് അധികം നേരം ഇരിക്കാൻ മേലാത്തതുകൊണ്ട് 2 തീ വെട്ടി ഉണ്ടാക്കി. പഴയ ഋഷിമാര് യോഗദണ്ഡ് ഉപയോഗിച്ചെടുത്ത് ഇവൻ 2 തീ വെട്ടി അടിയിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചോണ്ടിരുന്നു. എന്നിട്ട് ഹുങ്സോ ഹുങ്സോ എന്ന് പഠിപ്പിച്ചോ തൊടുപുഴക്കാരനൊക്കെ ഇരുന്ന് ഹുങ്സോ ഞങ്ങൾ മന്ത്രം പഠിപ്പിച്ചിരിക്കുക, അവിടുന്നാ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല? ഈ ഭ്രമം പൂർവന്മാരുടെ വാക്കുപോലും സായിപ്പകത്ത് പചിച്ച് മലമാക്കി പുറത്തേക്ക് വിട്ടപ്പോ അവന്റെ ദുർഗന്ധം മുഴുവൻ അതിന് വഹിച്ചാലും അത് ശിരസിലേറ്റ് നടത്തുന്ന ആളുകൾക്ക് ഇതൊന്നും പിടിക്കില്ല. ഇത് പഠിക്കേണ്ട പോലെ പഠിച്ചാൽ രോഗം ഔഷധമില്ലാതെയും മാറും. 1000 രോഗങ്ങൾ. ഏറ്റവും നല്ലതാണ് ഉപവാസം എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലതാണ്. ചോദ്യം ഉഭയവാസ 2 അർത്ഥത്തിലാണ്. അടുത്തിരിക്കുക. ആഹാരത്തിന്റെ അടുത്താണ് ഇരിക്കുന്നത് നല്ലതല്ല. ഉപവാസ ശബ്ദം കൊണ്ട് ആഹാരത്തിന്റെ അടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ രോഗം മാറുകയില്ല, കൂടും. ഏകാദശിയുടെ അന്ന് രാവിലെ മുത്തശ്ശി പറയും, ഇന്നൊന്നും കഴിച്ചില്ല. രാമനെ കണ്ടില്ലല്ലോ ഒരു കരിക്കിടാൻ. ഇന്നൊന്നും കഴിച്ചില്ല. കരിക്കിട്ട് കൊടുത്തു. കരിക്ക് കുടിച്ചിട്ട് പറഞ്ഞു ഇന്നൊന്നും കഴിച്ചില്ല, ഇന്ന് ഏകാശിയാ. 4 ഏത്തപ്പഴം അടിച്ചു. ഇന്നൊന്നും കഴിച്ചില്ല. നല്ലപോലെ റവ കഞ്ഞി വെച്ച് കുടിച്ചു. ഇന്നൊന്നും കഴിച്ചില്ല. വൈകുന്നേരം റവ ഉപ്പുമാവും തിന്നു. ഇതൊക്കെ മറ്റേത് കഴിക്കുന്ന പോലൊക്കെ തന്നെ കഴിച്ചു. എന്നാലും ഒന്നും കഴിച്ചില്ല. രാവിലെ ഓടുക പാരണ വിടാൻ. ഓടിയിട്ട് വന്നിട്ട് തലേ ദിവസത്തെ മുഴുവൻ അടിക്കാൻ. ഇത് ഉപവാസമല്ല, ആഹാരത്തിന്റെ അടുത്തിരിക്കുക. ഉഭയവാസ എന്ന് പറഞ്ഞാൽ ഈശ്വരന്റെ അടുത്തിരിക്കണം. അപ്പോൾ ആഹാരം മറന്നുപോകും. ആഹാരം മറക്കാൻ പര്യാപ്തമായില്ലെങ്കിൽ ഉപവസിച്ചാൽ ഒരുപാട് സ്രവം ഉണ്ടാവും. ഇന്ത്യയിൽ ഇപ്പോൾ ആധുനിക സന്യാസിമാർക്കാണ് ഏറ്റവും കൂടുതൽ രോഗം. എന്റെ കാരണം ഈ ജനങ്ങളെ കാണിക്കാൻ ഒരുപാട് ഉപവാസമൊക്കെ നടത്തും. അവസാനം പറ്റുന്ന കുഴപ്പം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളിലുള്ള സ്രവങ്ങളൊക്കെ കളയാതെ ബൈലും പാൻക്രിയാസ് പുറപ്പെടുവിക്കുന്ന ഇൻസുലിനും അതുമൊക്കെ ഉണ്ട്. ആഗ്നേയരസം, അഡ്രീനാലിൻ, ഇങ്ങനെയുള്ള സ്രവങ്ങളൊക്കെ ശരീരത്തിലുണ്ടാവും. അതൊക്കെ എടുത്ത് കളയാൻ പഠിക്കണം. മനസ്സിന്റെ ശക്തി കൊണ്ട് സങ്കല്പം കൊണ്ട് അവയെ നിർത്തിവെക്കുകയോ സങ്കല്പം കൊണ്ട് നിർത്താൻ പറ്റില്ലെങ്കിൽ അതേ സാധനങ്ങളെ ഉന്നതമായ യോഗ പ്രക്രിയ കൊണ്ട് ശംഖപ്രക്ഷാളൻ, ദൗത്തി, നൗളി, നേത്തി കേട്ടിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഈ പ്രക്രിയകളുണ്ട്. അല്ലെങ്കിൽ ആയുർവേദം പറയുന്ന വമന വിരേചനാദികൾ കൊണ്ട് ഇതിനെല്ലാം പുറത്തു കളഞ്ഞിട്ട് ഉപവസിച്ചാൽ 2 വഴിയാണ്. ഒന്ന്, ഇവയൊക്കെ പുറത്തു കളഞ്ഞ് ഉപവസിക്കുക. അല്ലെങ്കിൽ അവ അകത്തിരുന്നാലും അവ പ്രയോജനപ്പെടാത്ത വിധത്തിൽ മനസ്സിന് ശക്തിയുണ്ടാക്കി ഉപവസിക്കുക. അല്ലാതെ കയറി ഉപവസിക്കാൻ തുടങ്ങിയാൽ അവസാനം അൾസറോ അൾസറേറ്റീവ് കൊളൈറ്റീസും ഒക്കെ ഉണ്ടാവും. ഗ്യാസ്, ഗ്യാസ്ട്രിക് അൾസർ, പെപ്റ്റിക് അൾസർ, ഡിയോഡിനൽ അൾസർ ഒക്കെ ആയിട്ട് ഒരുപാടെണ്ണം അങ്ങോട്ട് പട പോലെ നിരന്നു വരും. അത് വരാൻ അധികമൊന്നും വേണ്ട. വഴിയിലിരിക്കുന്ന ഉഴുന്നോടെ നോക്കി നടന്നാൽ മതി. അതാണ് ഹോട്ടലുകൾ തരുന്ന വലിയൊരു അനുഗ്രഹം. പെട്ടിക്കടകളും ഹോട്ടലുകളും ഒക്കെ ഇങ്ങനെ സാധനം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ ഘുമെന്നുള്ള പുകയിങ്ങി വരുമല്ലോ, മണം അടിക്കുമ്പോ തന്നെ ഉമിനീര് വരും. ആ ഉമിനീരിന് ദഹിപ്പിക്കാൻ സാധനമൊന്നുമില്ലാതെ അവൻ അകത്തോട്ട് ചെല്ലും. മനസ്സിലായില്ല? വഴിയാ നടന്നു പോകുമ്പോൾ തിന്നാൻ നിവർത്തിയില്ല, ഇപ്പൊ തിന്നാൻ നേരമില്ല. പക്ഷെ ഈ സാധനം കണ്ടാലും മണത്താലും ഒക്കെ ഈ ഉമിനീര് വരും. ആ ഉമിനീര് അങ്ങോട്ട് കടന്നു പോകുമ്പോ ആ ഉമിനീര് ദഹിപ്പിക്കാൻ സാധനമൊന്നുമില്ല. അവിടോട്ട് ചെല്ലുമ്പോ ആ ഉമിനീര് തട്ടുന്നതോടുകൂടി അടുത്ത സ്രവം വരും, അതിനടുത്ത സ്രവം വരും. എല്ലാവരും കൂടെ ദഹിപ്പിക്കാൻ നമ്മുടെ ആകെ ശരീരകോശങ്ങളേ ഉള്ളൂ. ദഹിപ്പിക്കുമ്പോ അവിടെയൊക്കെ ഉണ്ടാവും വട്ടത്തിൽ പുണ്ണ്. അതാണ് ബൾബ് അങ്ങോട്ട് ഇടുമ്പോ കാണുന്നത്. മനസ്സിലായില്ല? അതിന് സാമൂഹ്യ ജീവിതത്തിൽ ആഹാരം പ്രദർശിപ്പിക്കുന്നത് പാപമാണെന്നും ആഹാരം പ്രദർശിപ്പിക്കുന്നതിനെ ശിക്ഷിക്കണമെന്നും തീരുമാനിക്കണം. ഹോട്ടലുകാരെന്നെ കേൾക്കുന്നുണ്ടാവും, കൈവെക്കുമെന്ന് എനിക്കറിയില്ല. ആഹാരം പ്രദർശിപ്പിച്ചാലുണ്ടാകുന്ന അപകടമാണ്. മാത്രമല്ല ഇവരെല്ലാം കണ്ണുകൊണ്ടും നാക്കുകൊണ്ടും ഒക്കെ ആഹരിച്ച് ആഹാര പിന്നെ കയറുന്നവൻ തിന്നുന്നത്. ആഹരിക്കുന്നത് വാവുകൊണ്ട് മാത്രമല്ലല്ലോ, കാണുന്നതും ആഹാരമല്ലേ. മനസ്സിലായി? ക്ലിയറായി? അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഇല്ലാതെ ഉപവസിക്കണം. അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന റംസാൻ സമയത്ത് അടുത്ത് കടുക് ഉറക്കാനൊന്നും അവർ സമ്മതിക്കില്ല. ഹോട്ടലൊക്കെ അവർ അടപ്പിക്കും, അവർ കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ. മലപ്പുറത്തൊക്കെ ചെന്നാൽ
അയൽവക്കത്തെ വീട്ടിൽ പോലും കടുകുറക്കാൻ സമ്മതിക്കൂല. ഇതിന്റെ കാരണം അവരാ ഉപവാസം കൃത്യമായി നോക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടല്ല, നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടല്ല. അങ്ങനെയാ ഉപവസിക്കേണ്ടത്. അല്ല, ചെയ്യുന്ന പണി ചെയ്യേണ്ട പോലെ ചെയ്യണം. വരരുത്. അതിനെ ഒരു കാര്യം ചെയ്യണം, അവിടെ താമസിക്കുന്ന ഹിന്ദുക്കളും കുറച്ച് മര്യാദയോടെ അവരാരോഗ്യത്തോടെ ഇരുന്നോട്ടെന്ന് വെച്ചാൽ അങ്ങ് പാകം ചെയ്യാതിരിക്കണം ആ സമയത്ത്. അത്തരം പാകം മനസ്സിലായില്ല. അതുപോലെ തിരിച്ചും ഹിന്ദുക്കൾ ഉപവസിക്കുമ്പോൾ അവരും. അല്ല, ഇതൊരു മതവുമായിട്ട് ഏറ്റുമുട്ടാനുള്ള പണിയാക്കി മാറ്റരുത്. അതാണ് അതിന്റെ ശരിയായ വഴി. വീട്ടിലൊരാൾ ഉപവസിക്കുമ്പം ബാക്കിയുള്ളവരൊക്കെ വെച്ചു വിളമ്പി തിന്നരുത് അയാളുടെ മുമ്പിൽ വെച്ച്. അങ്ങനെ ഉപവസിച്ചിട്ട് കാര്യമില്ല. സമയം 10-20 മിനിറ്റ് ഉണ്ടല്ലേ? 15 മിനിറ്റ് ഉണ്ട്. 15 മിനിറ്റ് ഉണ്ട്. ഇല്ലില്ല. എല്ലാവർക്കും ആ ചോദ്യത്തിന് എനിക്കൊരു ഉത്തരം പറയാനുണ്ട്. എല്ലാവർക്കും ഈ അറിവ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. എന്റെ വീട്ടിലെ നാടൻ നായ കുട്ടിക്കാലത്ത് അതിന് ഉദരരോഗം വന്നാല് അച്ഛനും അമ്മയൊക്കെ ചോറും കറിയൊക്കെ കൊണ്ട് വിളമ്പും. അത് കഴിക്കില്ല, മൂക്കിന് മണത്തിട്ട് തട്ടും. കഴിക്കില്ല, പോയി ഒരിടത്ത് കിടക്കും. വെള്ളം മാത്രം കുടിക്കും. അത് പോയി പുല്ല് തിന്നും. നായ പുല്ല് തിന്നുന്ന ജീവിയല്ല. മനസ്സിലായില്ല? ഒരു നായ്ക്കറിയാമെങ്കിൽ നമുക്കിത് അറിയാൻ മേലെന്ന് പറയുന്നത് നാണക്കേടല്ലേ? ചോദ്യം മനസ്സിലായില്ല? അപ്പൊ ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മളെയൊക്കെ നോക്കി പണ്ട് അറിവുള്ളവർ ചോദിച്ചത് നായും നീയുമായിട്ടൊക്കെ എന്താ വ്യത്യാസം? അങ്ങനെ ചോദിപ്പിക്കാതിരിക്കുക. ഔഷധങ്ങളുടെ രസം, വീര്യം, വിഭാഗം എങ്ങനെ മനസ്സിലാക്കും? അതിന് ഗുണചന്ദ്രിക മുതലായ ഗ്രന്ഥങ്ങൾ സജീവമായുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ കിട്ടും. പക്ഷെ മേടിച്ച് വായിച്ച് പഠിക്കരുത്. പഠിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അടുക്കോടുകൂടി പഠിച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പറയാൻ പോകും. മറ്റുള്ളവരോട് പറയുമ്പോൾ അവര് ഇതിൽ നിഷ്ണാതന്മാരാകേണ്ടവരാണെങ്കിൽ ദേഷ്യമുണ്ടാവും. മനസ്സിലാവും തോന്നുന്നു ഞാൻ പറഞ്ഞത്. ഇതിൽ നിഷ്ണാതന്മാരാവർഗമുണ്ട്. അവര് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാവും. എങ്കിലും പഠിച്ചിരിക്കുക അത്യാവശ്യമാണ്. എന്റെ പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കാൻ കിട്ടും. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഹിന്ദിയിൽ, ഒട്ടെല്ലാ ഭാരതീയ ഭാഷകളിലും ഈ പ്രാചീന ഗ്രന്ഥങ്ങളൊക്കെ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അത് ഗുണചന്ദ്രിക, ആ ഗുണങ്ങളെ കുറിച്ചുള്ളത്. ഔഷധ നിഘണ്ടു എടുത്താലും പഠിക്കാം. ശ്രദ്ധിച്ചോളുക. ഔഷധ നിഘണ്ടുക്കളുണ്ട്. അത് പലതരത്തിലുണ്ട്. ഉദാഹരണത്തിന് ഭാവപ്രകാശം, രാജനിഘണ്ടു, മദനപാല നിഘണ്ടു, ഇങ്ങനെ നിഘണ്ടുക്കൾ കുറെ ഉണ്ട്. അതില് സൂചനകളുണ്ട്. മലയാളത്തില് 2 നിഘണ്ടു ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഒന്ന് കാണിപ്പയ്യൂരിന്റെ ആയുർവേദ ഔഷധ നിഘണ്ടു, 2 കുമാരൻ വൈദ്യന്റെ, തയ്യിൽ കുമാരൻ വൈദ്യന്റെ, അതായത് വിദ്യാരംഭം പ്രസിദ്ധീകരിച്ച ഔഷധ നിഘണ്ടു. അതിലുമൊക്കെ ഇത് സൂചിതമാണ്. കൂടാതെ ആനക്കളിയിൽ ഗോപാലപിള്ളയുടെ ഗുണചന്ദ്രിക, ആയുർവേദ ഔഷധ ഗുണചന്ദ്രിക, ഇതൊക്കെ നിങ്ങൾക്ക് സർവ്വസാധാരണമായി കിട്ടുന്ന പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ ബുക്ക് സ്റ്റാളിലൊന്നും പോകണ്ട. അതുകൊണ്ടാണ് ഇവയ്ക്കൊക്കെ വിലയില്ലാതായത്. ഇവയൊക്കെ ഈ അമ്പലപ്പറമ്പിൽ ഉത്സവത്തിന് വഴി നിരത്തി വെച്ച പുസ്തകത്തിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ മേടിച്ച് വായിക്കാത്തത്. മനസ്സിലായില്ല? കളിയിൽ ഗോപാലപിള്ളയുടെ ഔഷധ ഗുണചന്ദ്രിക. നിങ്ങളുടെ ഈ തൊടുപുഴ അമ്പലത്തിലെ ഉത്സവം വരുമ്പോ വഴിയരികി പുസ്തകം വിൽക്കുന്നവരുണ്ടാവും. കോടാങ്കി ശാസ്ത്രം കണ്ടിട്ടില്ല? ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ പുസ്തകങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരുടെ പുസ്തകത്തിനിടയിൽ മാധവ നിദാനം, സഹസ്രയോഗം, ഔഷധ ആയുർവേദ
ഔഷധ നിഘണ്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ പുസ്തകം ഉണ്ടാവും. കാരണം ഇതൊക്കെ വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊന്നും അല്ല വിൽക്കുക. കാരണം ഇത് ആയുർവേദം അല്ലേ. മനസ്സിലായില്ലേ? മറ്റതൊക്കെ വലിയ വലിയ പുസ്തകങ്ങൾ വിൽക്കേണ്ടതല്ലേ. പ്രകൃതി ജീവനം ആയുർവേദമെന്ന് രണ്ടില്ല. ആയുർവേദം രണ്ട് അംശമാണ്. ഒന്ന് സ്വസ്ഥവൃത്തം, രണ്ട് ആതുരവൃത്തം. അതിലെ സ്വസ്ഥവൃത്തവും ആതുരവൃത്തത്തിലെ പഥ്യാഹാരവും മാത്രമെടുത്ത് ഞങ്ങൾ പുതുതായി കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ആരൊക്കെയോ അവകാശപ്പെടുന്നതാണ് പ്രകൃതി ജീവനമെന്നോ പ്രകൃതി ചികിത്സയെന്നോ ഒക്കെ നാമകരണം ചെയ്ത് ഓരോരുത്തരും അവരവരുടെ തരം പോലെ അടിക്കുന്നത്. അതില് സ്വസ്ഥൻ അല്ലാത്തവൻ, ആരോഗ്യത്തിന് ഹാനി വന്ന് രോഗിയായി ആതുരവൃത്തത്തിലുള്ളവൻ സ്വസ്ഥവൃത്തൻ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവില്ല. കാരണം പ്രകൃതി ജീവനത്തിലൂടെ പോയവരും ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾക്ക് വിധേയരായിട്ടുണ്ട്. പിന്നെ അവർക്ക് വിഷമവും വന്നിട്ടുണ്ട്. കാരണം ലോകമറിഞ്ഞാൽ ഒരുപാട് സ്ഫോടനമുണ്ടാകുമെന്ന് വെച്ച് അത് രഹസ്യമായും വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കാരണം ജീവനത്തിലേക്ക് പോകുമ്പോൾ സ്വസ്ഥവൃത്തവും ആതുരവൃത്തവും തിരിച്ചറിയണം. അത് രണ്ടും പ്രത്യേകമാണ്. മാത്രമല്ല ആയുർവേദത്തിന്റെ ഘടനാവിശേഷത്തില് വേറെ ഒരുപാട് ശാഖകളുണ്ട് സമഗ്രമായി പഠിക്കുമ്പോൾ. അപ്പൊ ആ നിലയിൽ പ്രകൃതി ജീവനം, പ്രകൃതി ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പോയി സ്വസ്ഥവൃത്തം എടുത്ത് ചരകൻ, സുശ്രുതൻ മുതലായവരുടെ സ്വസ്ഥവൃത്ത സന്ദേശങ്ങളുണ്ട്. അതൊക്കെ അനുഷ്ഠിച്ചാൽ പ്രകൃതി ജീവനായി. വാക്സിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ വാക്സിനെ കുറിച്ച് മൊത്തമാണ് ഞാൻ പറയാൻ ആദ്യം ഇച്ഛിക്കുന്നത്. അതാണ് നിങ്ങളുടെ സംശയമെങ്കിൽ അതിന് നിങ്ങൾ എന്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്, മാർട്ടിൻഡെയിൽ എടുത്ത് വായിക്കുക. ഡോക്ടർമാർ അയൽവക്കത്തുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ടോയെന്ന് ചോദിക്കുക. IMA ലൈബ്രറിയിലെങ്കിലും കാണും. മാർട്ടിൻഡെയിൽ 31st എഡിഷനാണ് ഇപ്പം മാർക്കറ്റിലുള്ളത്. 31 എഡിഷനായി. ഒരു പുസ്തകത്തിന്റെ വില നിങ്ങൾക്ക് താങ്ങാനാവില്ല, വാങ്ങിക്കാൻ പറ്റില്ല. കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഷൊർണൂർ വരെ വന്നാൽ മതി, പുസ്തകം എടുത്ത് കൈത്തരാം. മാർട്ടിൻഡെയിലാണ് ഇതുവരെയുള്ള ഔഷധം കൊടുത്തിട്ടുള്ള അപകടങ്ങളുടെ വ്യക്തമായ രേഖ വർഷം തോറും പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥം. ബ്രിട്ടനിൽ നിന്ന്, മുഴുവൻ പറഞ്ഞോട്ടെ, ബ്രിട്ടനിൽ നിന്ന് മാർട്ടിൻഡെയിൽ എടുത്താൽ നിങ്ങൾക്ക് ഏത് ഔഷധം കൊടുത്താലുള്ള കുഴപ്പം വർഷങ്ങളോളം നോക്കിയത് അതിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടായി പുതിയ പുതിയ എഡീഷൻ വരുന്നത്. അതിൽ 31ാമത്തെ എഡീഷനായി ഇപ്പോൾ ഉള്ളത്. അതില് ഗള്ളിയൻ ബെയർ സിൻഡ്രോം എന്ന വളരെ മാരകമായ ഒരു അപകടം വാക്സിനിൽ നിന്നുണ്ടാകുന്ന. ഇന്ത്യയിലോ ലോകത്തോ അന്വേഷിച്ചാൽ 4% പേരാണ് പോളിയോ മൈലൈറ്റിസിന് വിധേയമാവുക ജീവിതത്തിൽ. എന്ന് പറഞ്ഞാൽ 100 പേരിൽ 4 പേർ, ഏറ്റവും കൂടുതൽ വന്നാൽ ഈ 4 പേരെ മുഴുവൻ, ഈ ബാക്കി വരുന്ന 96 പേര് ജീവിതകാലം മുഴുവൻ ചെലവിന് കൊടുത്താലും കുഴപ്പമില്ല. 4 പേരെയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ മേലേ. 4 പേരെങ്കിലും പോളിയോ ഉള്ളവരാകണ്ടേ? ആ 4 പേരെ രക്ഷിക്കാൻ വേണ്ടിയാണ് 100 പേർക്കും വാക്സിൻ കൊടുക്കുന്നത്. മനസ്സിലായോന്നറിയില്ല. ഈ 100 പേർക്കും വാക്സിൻ കൊടുക്കുമ്പോൾ അതില് കുറെ പ്രിക്കോഷൻ ഉണ്ട്. പഠിച്ച ഡോക്ടർമാരോ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ അല്ല ഇതിന്റെ പരസ്യത്തിൽ വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല. സിനിമാ സ്റ്റാറുകളാണ്, ക്രിക്കറ്റ് സ്റ്റാറുകളാണ്. ശ്രദ്ധിച്ചിട്ടില്ല? ആരുടെ അഡ്വർടൈസ്മെന്റ് ആയാലും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വന്നിരിക്കുന്ന അവരാണ്. ഡോക്ടർമാർ ഭിന്നാഭിപ്രായക്കാരാണ്. ഇനി മാത്രമല്ല, ഈ പോളിയോ കൊടുത്താൽ 7 ദിവസത്തേക്ക്, ഓറൽ പോളിയോ കൊടുത്ത് 7 ദിവസത്തേക്ക് ആ കുട്ടിയുടെ നാപ്കിനൊക്കെ വളരെ വൃത്തിയായി കഴുകണം.
ആ നാപ്കിനൊക്കെ നന്നായി കഴുകിയില്ലെങ്കിൽ അതിൽ നിന്നാണ് മുമ്പ് പറഞ്ഞ ഗള്ളിയൻ ബെയർ സിൻഡ്രോം ഒക്കെ ഡെവലപ്പ് ചെയ്യാവുന്നത്. അത് പോളിയോയേക്കാൾ അപകടകരമാണ്. മനസ്സിലായില്ല? ഇതല്ല റിയൽ അപകടം. ഇത് മാർട്ടിൻഡെയിൽ പറയുന്ന ഒരപകടം, പല അപകടങ്ങളിലൊന്ന്. ആരോഗ്യമുള്ള ഒരു ശരീരത്തിലേക്ക് 100 കുട്ടികളിൽ ആരോഗ്യമുള്ള 96 കുട്ടികളുടെ ശരീരകോശങ്ങളിലേക്ക് കടന്നു കയറുന്ന പോളിയോയുടെ സിറം, മനസ്സിലായി? അയാളുടെ ജനിതക കോശങ്ങളിൽ എന്തു മാറ്റമാണ് വരുത്തുക എന്ന് ഇനിയും പഠിച്ചിട്ടില്ല. ഈ തലമുറയിൽ പോളിയോ വരാത്തവനായി അവൻ ജീവിച്ചാൽ തന്നെ അടുത്ത ജനിതകത്തിൽ അതെന്തായി പരിണമിക്കും നമുക്കു ശേഷം പ്രളയമെന്ന് വിശ്വസിക്കുന്നവർക്കല്ലാതെ അതെങ്ങനെ സ്വീകരിക്കാനാവും? ചോദ്യം മനസ്സിലായി? ഇതാണ് ഒരു ശാസ്ത്രജ്ഞന്റെ അന്വേഷണത്തിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളതെന്ന് ഞാൻ കരുതുന്നു. ശരിയോ തെറ്റോ നിങ്ങൾ തീരുമാനിക്കുക. മനസ്സിലായില്ല? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. അതുവരെ പരീക്ഷിച്ചിട്ടില്ല. കൂളത്തില കൊടുത്താൽ പോളിയോ വേണ്ടതൊന്നും ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെയൊന്നുള്ളതൊന്നും നമ്മൾ ശാസ്ത്രീയമായി പരീക്ഷിക്കാത്ത കാര്യമാണ്. ശാസ്ത്രത്തിനകത്ത് ശാസ്ത്രമല്ലാത്തത് കയറ്റി ശാസ്ത്രമാക്കാനും നമ്മൾ ഒരുങ്ങരുത്. കുറെ കുട്ടികളെ വിളിച്ചിട്ട് കൂളത്തില കൊടുത്താൽ പോളിയോ വരില്ലെന്നൊന്നും ഇതുവരെ തെളിയിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയുള്ളതൊന്നും തെളിയിച്ച ശാസ്ത്രങ്ങളല്ല. ഈ പറഞ്ഞത് ശാസ്ത്രമായി നിലനിൽക്കുന്ന ശാസ്ത്രത്തിന്റെ അറിവിനിടയിൽ അശാസ്ത്രീയങ്ങളായത് ചേർക്കുന്നത് മതത്തിന്റെ ഗൂഢതന്ത്രങ്ങളിൽപ്പെട്ടതാണ്. അതിനുമല്ല ഞാൻ വന്നിരിക്കുന്നത്. മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതും ശരിയാവില്ല. പ്രിവെന്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞൊന്ന് ആയുർവേദത്തിലുണ്ടോ? ആയുർവേദത്തിന്റെ ജീവിത രീതി രോഗത്തെ പ്രിവെന്റ് ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ അതിന് പ്രത്യേകിച്ചൊരു പ്രിവെന്റീവ് മെഡിസിൻ വേണ്ടി വരുന്നില്ല. ആയുർവേദ ആചാര്യന്മാർ സ്വസ്ഥവൃത്തത്തിൽ നിഷ്കർഷിക്കുന്നത് പോലെ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രിവെൻഷൻ. അതിന് കാരണം ആയുർവേദ ആചാര്യന്മാർ ഗർഭിണിയുടെ പരിരക്ഷയെപ്പറ്റി പറഞ്ഞിരുന്ന കാലങ്ങളിൽ ഇത്രയേറെ സിസേറിയൻ ഉണ്ടായിരുന്നില്ല. മനസ്സിലാവുന്നതായിരിക്കുന്നു. കുട്ടിക്കും അമ്മയ്ക്കും ഇത്രയേറെ ആരോഗ്യക്കുറവുണ്ടായിരുന്നില്ല. ഇത്രയേറെ യൂട്രസുകൾ റിമൂവ് ചെയ്തിട്ടില്ല. ഇത്രയേറെ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ അങ്ങനെ ജീവിതം തന്നെ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനുള്ളതാണ്. കാരണം അതിന്റെ ഒന്നാം ഭാഗം ആയുസ്സാണ്. ആയുഷ്യാൻ ച. രണ്ടാം ഭാഗമാണ് അനായുഷ്യാൻ ച, രോഗം. ചുരുക്കത്തിൽ നിങ്ങളൊരു 3 മണിക്ക് തുടങ്ങിയല്ലേ? 3 മണിക്ക് തുടങ്ങി. 3 മണിക്കൂർ ഇരിക്കാൻ പാകമാവുക, അതും ഈ അന്ധവിശ്വാസം കേൾക്കാൻ. മാറ്റമാണേ ശരിയായി. ഏതായാലും അതിനും മരുന്നുകളുണ്ട്. തീർച്ചയായും ആരോഗ്യത്തോടെ ജീവിക്കുക. മരണം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ആരോഗ്യമുള്ള കോശങ്ങൾ ഓരോന്നോരോന്നായി മരിച്ചിട്ടാണ് ടോട്ടൽ മരണം ഉണ്ടാകുന്നത്. സമാധി അതിൽ നിന്ന് വ്യത്യസ്തമാണ്. സമാധി മരണമല്ല, മൃത്യുവല്ല. തീർച്ചയായും തീർച്ചയായും. കാരണം ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോ നമ്മുടെ ഓരോ കോശമായി ജീവകല